3 പേരിൽ നിന്നാണ് ഇന്നിപ്പോൾ അത്രയും പേരിലേക്ക്, എത്ര പേരെന്ന് ഇനി ശാലിനാണ് പറയാനുള്ളത്, അത്രയും പേരിലേക്ക് എത്തിയത്. അന്ന് 3 കുട്ടികളായിരുന്നു. പിന്നീട് അത് പ്രായഭേദമന്യേ എത്ര പേരിലേക്ക് എങ്ങനെയാണ് പോയത്? അങ്ങനെ ഒരു ഡിസിഷൻ എപ്പോഴാണ് എടുത്തത് എല്ലാവരിലേക്ക് ഇത് പോകണമെന്ന്? ആക്ച്വലി 3 പേരിൽ തുടങ്ങിയല്ലോ, 3 എന്നുള്ളത് 5-ലായി. നമ്മൾ തുടങ്ങിയത് 3 ആണെങ്കിലും 5-ലോട്ടായി. അത് എനിക്ക് തോന്നുന്നു ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്തോ പുള്ളിക്കാരി ലഞ്ച് ഇൻ സ്റ്റീൽ ലഞ്ച് ബോക്സസ് ഇൻ ആൻഷ്യൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കവറിങ് കൊടുത്തു. അപ്പോഴും ആളുകൾ ഈ നമ്മുടെ വേറൊരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്തൊക്കെ സ്മിക്കറിയാം, നമ്മളൊക്കെ നാട്ടിൻപുറത്ത് നിന്ന് സിറ്റിയിലോട്ട് വന്നവരാ. നമ്മൾ ഒരു പാത്രത്തിനകത്ത് കറികളെല്ലാം വെച്ച് കഴിക്കുന്നത് നമുക്കൊരു കുഴപ്പമില്ലാത്ത ഒരു ശീലമാണ്. പലർക്കും അങ്ങനെയല്ല. ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ആളുകൾ 10 പാത്രങ്ങളും 10 കവറുകളും ഒക്കെയാണ്. ചോറ്റുപാത്രം നമ്മളും 5-ൽ നിന്ന് നമ്മൾ പിന്നെ മാറുന്നത് ഒറ്റയടിക്ക് നമ്മൾ 13-ലേക്കാണ് പോകുന്നത്. 5 എന്നുള്ളത് പിന്നെ പെട്ടെന്ന് 13-ലേക്ക്. അത് നമുക്ക് ഈ സംഗീത കോളേജിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ 3 പിള്ളേർ തുടങ്ങിയത്. പിന്നെ സംഗീത കോളേജിലെ അധ്യാപകരായി, അവിടെ നിന്ന് പിന്നെ വിമൻസ് കോളേജിലെ അധ്യാപകരിലേക്ക് പോയി. തൊട്ടടുത്ത് ഷോപ്പിരിക്കുന്ന ഇതിന്റെ ചുറ്റുവട്ടം. അവിടെ നിന്ന് വലുതാവും തോറും ഞാൻ ആദ്യമേ പറയും, ആളുകൾക്ക് ഈ ചോറ്റുപാത്രം കഴിക്കാൻ പലർക്കും അറിയില്ല. എല്ലാവരും പറയും കറി തീർന്നു പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കറി ആദ്യം എടുത്ത് വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നതിന്. അങ്ങനെ ആ 13 പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം വാങ്ങിക്കുന്നത് നമ്മുടെ SBIയിലെ കുറച്ച് ഉദ്യോഗസ്ഥരാ. അതിപ്പോ 2 വയസ്സുള്ള ഡോറാമോൾ മുതൽ 86 വയസ്സുള്ള ശങ്കർ അയ്യർ സാർ വരെ ചോറ്റുപാത്രത്തിന്റെ ഭാഗമാണ്. ഡോറാമോളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പാത്രം കൊണ്ട് തന്നിട്ട് അടുത്ത പാത്രം ഡോറയ്ക്ക് നിർബന്ധമാണ് അവള് തന്നെ പാത്രം തരണം, അവള് തന്നെ പാത്രം വാങ്ങിക്കണം. സാറ്റർഡേ സൺഡേ ഒക്കെ ഡോറ ആക്ച്വലി ഒരു പ്രീസ്റ്റിന്റെ മകളാണ്. അപ്പോ പുള്ളിക്ക് പള്ളിയിൽ പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ പുള്ളി പറയുന്നത് അത് അങ്ങനെ ആരെയും പള്ളിയിൽ പറഞ്ഞ്, പുള്ളിയുടെ വൈഫ് PhD ചെയ്യുവാണ്. പുള്ളിക്കാരിക്കും ചെറുതായിട്ടൊരു ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാവിലെ പോകണം. അപ്പോൾ കുഞ്ഞിനെ ഇവർ പ്രീ സ്കൂളിലാക്കിയപ്പോൾ പ്രീ സ്കൂളിൽ നിർബന്ധമാണ് ചോറ്, മറ്റേ സ്നാക്സ് കൊടുത്തു വിടാൻ പറ്റില്ല, അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ പുള്ളി എന്നെ തേടി വരാം. സത്യം ആദ്യം ഈ കോള് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും 2 വയസ്സുള്ള കുഞ്ഞിന് ഇച്ചിരി ചോറ് അവർക്ക് കൊടുത്തൂടെ പെട്ടെന്ന്. അത് നോർമലി ഒരു അമ്മ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ കാര്യം? അപ്പൊ പറഞ്ഞു ഇതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്നാ കൊടുക്കാം. അപ്പൊ എനിക്ക് ഡോറയുടെ പാത്രം മേടിക്കാൻ പോയത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇതാ, കാരണം എന്റെ കൈവെള്ളക്കകത്തിരിക്കുന്ന ഒരു പാത്രം. പിന്നെ ഡോറയ്ക്ക് നമ്മൾ ഈ കൊടുക്കുന്ന തീയലും അതൊന്നും കുഞ്ഞിന് എങ്ങനെ കൊടുക്കുക? അപ്പൊ ഡോറയ്ക്ക് ഞാൻ സെപ്പറേറ്റ് ആണ് കറികൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഒരു മുട്ട. ഡോറയുടെ മെനു ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്നായിരിക്കും. ഡോറ പക്ഷെ ഇപ്പോൾ ചോറില്ലാതെ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അവള് മിടുക്കി കുട്ടിയായി. പിന്നെ ഈ പറഞ്ഞ പിന്നെ ഒരു 86 ആയിട്ടുള്ള സാറും വൈഫും മാത്രമേ ഉള്ളൂ. വൈഫ് ഒരു പോളിയോ വിക്റ്റിമാണ്. അപ്പോൾ പ്രായമായി വന്നപ്പോഴേക്കും സാറിന് ഫുഡ് എടുക്കുക എന്ന് പറയുന്നത് പുറത്തു നിന്ന് അവർക്ക് വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട്. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പോൾ അവർക്കാണെങ്കിൽ ഞാൻ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയും കറിയും കൊടുത്തു വിടും. അവർക്കും അത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഞാൻ പല പല പാത്രങ്ങളിലാക്കിയാ കൊടുത്തത്. ഇപ്പം നമുക്ക് RCCയിലെ ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ കോളേജിലെ 2 സർജറി ഡിപ്പാർട്ട്മെന്റിൽ സർജറി ഡേയുടെ അന്ന് അവർ നമ്മുടെ നിന്ന് ഫുഡ് എടുക്കുക. കാരണം പുറത്തുനിന്നുള്ള ഫുഡ് നമ്മൾ പ്ലാസ്റ്റിക്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. മറ്റന്നാളാകുമ്പോൾ നമ്മൾ 4th ഇയറിലേക്ക് എൻ്റെ ഐഫ്രൂട്ട് കിടക്കുന്നതിനോടൊപ്പം ചോറ്റുപാത്രത്തിന്റെ 3-ാം വർഷം വരികയാണ്. അപ്പം നമ്മൾ മൈക്രോവേവ് കണ്ടെയ്നർ മാറ്റിയിട്ട് നമ്മൾ പേപ്പറിൽ തന്നെയുള്ള കണ്ടെയ്നർ ഞാനിപ്പോൾ പാലക്കാട് പോയി അത് റെഡിയാക്കി. പൂർണ്ണമായിട്ടും നമ്മളത് പ്ലാസ്റ്റിക് ഫ്രീ ആകും മൊത്തത്തില്. അത് ആദ്യമായിട്ട് ഞാൻ ഇവിടെയാ പറയുന്നത്. ഒരുപാട് സന്തോഷം, കാരണം അതൊരു വലിയ മാതൃകയാണ്. വീണ്ടും ഇപ്പം നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികളുണ്ട്. അതായത് 9th 7th സ്റ്റാൻഡേർഡ് വരെ അവിടെ നമുക്ക് ഫ്രീ ഫുഡ് അലോഡ് ഉള്ളൂ. 8, 9, 10 ഇല്ല. അവിടെയുണ്ട്. പല പാരൻസും കോവിഡ് വന്നതിന് ശേഷം ഗ്രാൻഡ് പാരൻസ് വീട്ടിലുള്ളത് കൊണ്ട് ചോറ് കൊടുത്ത് കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചു. സ്കൂള് തുറന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഈ പറയുന്ന ഉണക്ക റൊട്ടിയും ഇതൊന്നും കഴിക്കാൻ പറ്റാതെ. അപ്പോൾ അവര് ചോദിക്കും, അത് പാരൻസ് തന്നെ പറയും ഇതാണ് കാരണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്കൂളിൽ 11 മണിയാകുമ്പോൾ എത്തിക്കും. എല്ലായിടത്തും നമ്മൾ 11:30 മണിക്ക് മുമ്പ് ഫുഡ് എത്തിക്കും. പിന്നെ മറ്റ് ഫുഡ് ഡെലിവറിയിൽ നിന്ന് നമ്മളുടെ വേറൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് മറ്റിടത്തെല്ലാം ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് 12-1 മണിക്കൊക്കെ എത്തും. പക്ഷെ ഇത് 12 മണിക്ക് മുമ്പ്
നമ്മുടെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യും. അടിപൊളി. ഇതിപ്പോൾ എത്ര ചുറ്റളവിലാണ്, അല്ലെങ്കിൽ ഇത്രയിടത്തെ നമുക്ക് പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് നിങ്ങൾക്ക്? ചില സമയത്ത് നമ്മളിപ്പോൾ പൂജപ്പുര ഭാഗത്തേക്ക് ചിലപ്പോഴുണ്ടാവാറ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചോറ്റുപാത്രത്തിന് 49 രൂപയാണ് നോർമൽ അതും ഈ നമ്മുടെ വിമൻസ് കോളേജിലെ അധ്യാപകരാണ് റേറ്റ് കൂട്ടിയത്. അവര് പറഞ്ഞു, അയ്യോ ഇത് ഇത്രയും സാധനം എങ്ങനെ നഷ്ടമല്ലേ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു 10 രൂപ അങ്ങനെ കൂട്ടിയതാ. ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ഒന്നുകൂടെ കൂട്ടിക്കൂടെ എന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആ ദിവസത്തെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിനനുസരിച്ച് ചില ദിവസങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ഒരു കറിയുടെ അളവ് കുറഞ്ഞാലും ഈ കഴിക്കുന്നവർക്ക് പരാതിയില്ല. ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറി വരാതെ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു, എങ്ങൊന്നും കിട്ടാതെ ഇരുന്ന സമയം. അപ്പൊ നമ്മൾ നല്ല കട്ടത്തൈരും ചമ്മന്തിയും മുളകും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിച്ചു. എനിക്ക് മെനു നമ്മൾ പറയത്തില്ല ആരോടും, കാരണം മെനു അറിയാൻ പറ്റില്ല, ചോദിക്കൊന്നുമില്ല ആരും. അങ്ങനെ നേരത്തെ കൂടി നാളെ മീൻ ഉണ്ടാവോ, നാളെ കറികൾ എന്തെങ്കിലും, അങ്ങനെയൊന്നുമില്ല. അവർക്കറിയാം. ഈ ഇലകളൊക്കെ എവിടുന്ന ഈ കണ്ടെത്തുന്നത്? എന്തൊക്കെയോ ഇലകളുടെ പേരൊക്കെ പറയുന്നത് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്തൊക്കെ കറികൾ ഇതുവരേക്കും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ട്? ചൊറിയണം, അയ്യോ ചൊറിയണത്തിന്റെ ഇല, പപ്പായയുടെ ഇല, അതൊന്നും നമ്മൾ ആളുകൾ ഇങ്ങനെ കാണിക്കുന്ന ഐറ്റംസ് അല്ലേ, അയ്യോ ഇത് കഴിക്കുമെന്ന്. അതിന്റെയൊക്കെ പ്രിപ്പയറിങ്ങിന് ഒരു ഇതുണ്ട്. പപ്പായയുടെ കട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ പ്ലാവിലയില്ലേ, ഞാൻ നമ്മുടെ കൈരളി ചാനലിലെ 2-3 പേര് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും പറയും ഞാൻ അല്ലേ പ്ലാവിലയുടെ കിളിന്ത് പ്ലാവല. നമ്മൾ ഈ പറയുന്ന ഒരു മരത്തിന്റെ ആ കിളിന്തെന്ന് പറയുന്നത് ഹൈലി പ്രോട്ടീൻ ആണ്. തീർച്ചയായിട്ടും. അത് പക്ഷെ കഴിക്കാം നമുക്ക്. നമ്മുടെ ഇതൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാം എന്നുള്ളത് പലർക്കും. നമ്മുടെ ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം, പക്ഷെ അതിനെ കഴിക്കേണ്ട രീതിയിൽ നമുക്ക് പ്ലാവില ഹാർഡായിട്ടുള്ള പ്ലാവില കഴിക്കാൻ പറ്റില്ല. കിളിന്ത് പ്ലാവ്, നമ്മൾ കിളിന്ത് ചക്ക കഴിക്കുന്നില്ലേ, ചക്ക പഴുത്തതിന് മാത്രമോ അതിനും കുഞ്ഞായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, ചൊറിയണത്തിന്റെ ഇലയാണെങ്കിലും അതുപോലെ മൾബറിയുടെ ഇല, ഇങ്ങനെയുള്ള ഇല, പിന്നെ ചില തണ്ടുകള്, പടവലങ്ങയുടെയും മത്തങ്ങയുടെയും കുരു നമ്മൾ എന്താ ചെയ്യാ, നമ്മളെടുത്ത് കളയലാണ് പതിവ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഡയറ്റിന് വേണ്ടിയിട്ട് ഓട്സിന്റെ അകത്തിട്ട് കഴിക്കുന്ന കുരു ഏതൊക്കെയാ? ശരിയാ, അത് തന്നെയാണ്. ഇപ്പൊ അത്രയും കാശ് കൊടുത്ത് മേടിച്ചാണ് നമ്മളത് ഇപ്പൊ കഴിക്കുന്നത്. സീഡ്സ് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിലെ പംകിൻ സീഡ് നമ്മളെടുത്ത് കളയലാണ് പതിവ്. സോ അത് കഴിക്കാൻ പറ്റുന്നതാ. തീർച്ചയായിട്ടും. അത് നമ്മള് മീനിന്റെ മസാല എല്ലാം കൂടെ ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കറികള്. അതല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യം. പിന്നെ ഞങ്ങള് മീൻ വറുക്കുന്നുണ്ട്, അതും എണ്ണ ചേർക്കാണ്ടാ വറുക്കുക, കുക്കറിനകത്ത് വെച്ച് ഒരു നുള്ള. അപ്പൊ അങ്ങനത്തെയൊക്കെ രീതിയിൽ, അതായത് ഞങ്ങളുടെ ഫുഡില് എണ്ണയുടെ അംശം വളരെ കുറവായിരിക്കും. എല്ലാത്തിനും വേവ് എല്ലാം കറക്റ്റ് പക്കയായിരിക്കും. ചിലപ്പോ ക്യാബേജിന്റെ വേവ് കണ്ടിട്ട് ചെല്ലു പറയും ഇത് വെന്തില്ല, ഞാൻ പറഞ്ഞ അങ്ങനെ കഴിച്ചാൽ മതി. ബിക്കോസ് അതിനൊക്കെ ഒരു തരമുണ്ട്. ഈ ചോറ് വെന്തുപോയി അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ വരെ പറ്റിയിട്ടില്ല. അത് ദൈവത്തിന്റെ ഭയങ്കര. കാരണം നമ്മള് സുമി ഇതിന്റെ ഒരു കാര്യം എന്നാന്നറിയോ, ഇത് ഞാൻ കഴിക്കുന്നതാ. സത്യമാണ്. അതാണ് ഇതിന്റെ ഇത് എനിക്ക് ഇന്നും ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് വയ്യായിരുന്നു, ചൂറ്റുപാത്രം ഇല്ലായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ചിഞ്ചുവിനെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ അതിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അപ്പോ അതില് ചിഞ്ചുവിനെ പഴിചാരുന്നതിനോടോ എനിക്ക് അതെന്തുകൊണ്ടോ ഇല്ലെങ്കിൽ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഇതുവരെ നമ്മൾ ചോറ് ഇട്ടിട്ട് നമ്മൾ അതിനെ ഇടയ്ക്ക് ഇളക്കി തരാതരമായിരിക്കും വേവ്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി വേവ് ഒന്ന് കൂട്ടാം, പക്ഷെ ഞാൻ അവരോട് പറയും നമുക്കത് അത്രയും പറ്റില്ല. കാരണം ഈ ചോറ്റുപാത്രം രാത്രി 7 മണിക്ക് കഴിക്കുന്നവരുണ്ട്. അത് ശരിയാ. അപ്പൊ ഒത്തിരി വെന്ത് ഭയങ്കര വേവനായി കഴിഞ്ഞാൽ അത് അവർക്ക് ഇതാ. പിന്നെ ചോറ് ഈ സ്റ്റീൽ പാത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ചൂട് അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാകില്ല. സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു പ്രശ്നം, നമ്മളിപ്പോ കടകളിൽ പോയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് പാഴ്സൽ മേടിക്കുന്നതിന് കഴിക്കുക യൂസ് ആൻഡ് ത്രോ, അതാണല്ലോ ബാക്കിയുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് വാഴയിലയാവട്ടെ, അതെന്ത് തന്നെ പൊതിഞ്ഞ കണ്ടെയ്നർ ആവട്ടെ, എന്താണെങ്കിലും നമ്മൾ അതിനെടുത്ത് കളയുന്നു. സ്റ്റീൽ പാത്രം ആകുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എന്നുള്ളൊരു സ്വാർത്ഥത നമുക്ക് ആ പാത്രത്തിനോടും പാത്രത്തിനകത്തിരിക്കുന്ന ഭക്ഷണത്തോടും ഉണ്ടാവും. പക്ഷെ അതേ സമയം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഹൈജീനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അതെങ്ങനെയാണ്? ഒരാൾക്ക് ഒരു ചോറ്റുപാത്രമാണോ? ഒരാൾക്ക് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളുടെ ഒരു ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് തിരിച്ചു മേടിക്കുകയാണെന്നുള്ളത്.
തരാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലൊക്കെ ചൂണ്ടി കാണിക്കാൻ പറ്റും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അല്ല, കാരണം അവര് ഏറ്റവും കൂടുതൽ ചാനലുകളിൽ നിന്നാണ്. കാരണം അവരുടെ സമയത്ത് നമ്മൾ എത്തിപ്പെടില്ല. അങ്ങനെ ഞാൻ പറയുന്ന ഇഷ്ടം. അവരുള്ള സമയത്ത് ഞങ്ങൾ വന്നാലല്ലേ പാത്രം കിട്ടുള്ളൂ. അതാവുമ്പോൾ ഞങ്ങളുടെ കുഴപ്പം, അത് ഞങ്ങൾ നേരത്തെ എത്തും. നിങ്ങൾ വിശാല മനസ്കരാണ്. ഓക്കെ. അപ്പോ അങ്ങനെ വരുമ്പോഴേക്കും ആക്ച്വലി ഒരാൾക്ക് 3 ചോറ്റുപാത്രമുണ്ട്. പക്ഷെ നമ്മൾ ഒരെണ്ണത്തിന്റെ പേയ്മെന്റ് മാത്രമേ അവരിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ആ ചോറ്റുപാത്രം നിർത്തുന്ന സമയത്ത് ആ പാത്രം അവർക്ക് തന്നെ എടുക്കാം, അതുപോലും നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ 300 രൂപയാണ്. ആദ്യം 250 ഇപ്പൊ സ്റ്റീലിന് വില കൂടി. നമുക്കൊരു ലോക്കൽ സ്റ്റീൽസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. കട്ടിയുള്ള പാത്രമാണ്, കട്ടിയുള്ള പാത്രമാണ് നമുക്ക്. കാരണം ചിലരൊക്കെ അടിച്ചൊക്കെ തുറന്നു കളയും. അങ്ങനെയൊക്കെ ക്ഷമയില്ലാത്ത കുറച്ച് പേരുണ്ട്. അപ്പോ അതൊക്കെ ചില സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ക്ഷമയില്ലാത്തവരാണ്, അത് മനഃപൂർവ്വം ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരോടൊക്കെ പറയുമ്പോ പിന്നെ മാറും. അപ്പൊ ഒരു പാത്രം ഇപ്പൊ സുമി, ഇപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് സുമിക്ക് ഒരു പാത്രം തരുന്നു. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ സുമി ആ പാത്രം എനിക്ക് തിരിച്ചു തരുമ്പോ ഞാൻ അടുത്ത ചോറ്റുപാത്രത്തിൽ ചോറ് തരണം. ഓൾറെഡി നമുക്ക് ഇന്നിപ്പോ രാവിലെ പോയ പാത്രങ്ങള്, ഇന്നലെ പോയ പാത്രങ്ങൾ ഇന്ന് വരുന്നതേ ഉള്ളൂ. എനിക്ക് ഇന്ന് വന്ന് വൈകിട്ടാകുമ്പോഴാണ് ഞാനത് പിക്ക് ചെയ്യണത്. പക്ഷെ നാളത്തേക്കുള്ള ചോറ്റുപാത്രം ഞങ്ങൾ കഴുകി ഞങ്ങളുടെ വീട്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ പോയതൊന്ന് വരാനിരിക്കുന്ന ഓൾറെഡി നാളെ. കാരണം ഇതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഏത് ഫുഡും ചീത്തയാവും. അപ്പൊ നമുക്ക് രാവിലെ ഉണ്ട് തുടക്കമൊന്നും വേണ്ട, നമ്മളത് റെഡിയാക്കി അടച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആവും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു 10 വാങ്ങിക്കുന്ന പാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. കുറേ കളങ്ങളുള്ളതൊന്നും വാങ്ങിക്കില്ല. ഇടയ്ക്ക് ഫുഡ് ഇവിടെ നിന്ന് ഇനി കൊണ്ടുപോകുന്ന പാത്രം ഉണ്ടല്ലോ, ഇന്ന് കിട്ടുന്ന പാത്രം, ഒരു വലിയ ഡബ്ബ് വെള്ളം കിടപ്പുണ്ടാവും, അതിനകത്ത് ഇട്ടേക്കും. ഇന്നിട്ടിട്ട് നാളെ രാവിലെ നമ്മുടെ ജോലി തീർന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് കഴുകി നമ്മൾ വെക്കും. വെയിലത്ത് ഇപ്പൊ നമ്മൾ വെയിലത്തോട്ട് അങ്ങനെ ഇപ്പൊ വെക്കാറില്ല. പക്ഷെ എന്നാലും നമ്മുടെ വീടിന്റെ അവിടെ വെച്ചാൽ തന്നെ അതൊന്ന് ഉണങ്ങും. നമ്മൾ തുറന്ന് വെച്ചാൽ മതി. തുറന്ന് കൃത്യമായിട്ട് വെച്ചാൽ തന്നെ ഇപ്പോഴത്തെ ചൂടില് പെട്ടെന്ന് ഉണങ്ങി. പിന്നെ ഇത് പിറ്റേന്നല്ലേ, നിയർലി 18 hours ഉണ്ട്, അതിലത് ഉണങ്ങി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളില്ല. 5 നിന്നപ്പോ 200 എത്തി. ഇപ്പൊ 200, 207 ചില നമുക്കിപ്പോ പലയിടങ്ങളിൽ നിന്ന് ടൂറിന് വരുന്നവര്, അവരിപ്പോ മ്യൂസിയത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ടിഫിൻ ബോക്സുകളുമായിട്ട് എത്തും. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഈ പാത്രം വിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. പാത്രം വിടാതെ ചില സമയത്ത് നമ്മൾ പിന്നെ ചിലപ്പോഴും ചിലർക്കൊക്കെ ഒരു 200 ഓർഡർ ഉള്ളപ്പോൾ 200 ചോറ്റുപാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾക്കൊരു മൈക്രോവേവ് കണ്ടെയ്നർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ അല്ലാതെ പാളയുടെ പ്ലേറ്റ് ഉണ്ട്. പാളയുടെ തന്നെ ചോറ്റുപാത്രം ഞങ്ങൾക്കുണ്ട്. ആണോ? ശരി. പാളയിൽ തന്നെയുള്ളത്. അത് പക്ഷെ നമുക്ക് ഡെയിലി യൂസേജിന് പറ്റില്ല. കാരണം ഇപ്പോ സുമി ഇപ്പൊ എനിക്കൊരു 200 പേരുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ പാളയുടെ ചോറ്റുപാത്രം തരും. കാരണം അത് നമുക്ക് കൊണ്ടെത്തിക്കാനേ പറ്റും. അതിനൊരു അടപ്പ് നമുക്ക് അത്ര ഇതായിട്ടുണ്ടാവില്ല. കാരണം അത് തെറിച്ചു പോകും. സോ അങ്ങനെയുള്ള 1 ടൈം യൂസിന് നമ്മൾ പാള ഉപയോഗിക്കും. കഴിവതും പ്ലാസ്റ്റിക് പേപ്പർ ഇല്ല, പ്ലാസ്റ്റിക് ഇല്ല, ഷോപ്പിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഷോപ്പിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നുമില്ല. 4 വർഷമായി സ്വിഗ്ഗി സൊമാറ്റോ ഇല്ലാത്ത ഒരു ഷോപ്പ് ഞങ്ങളാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ എന്നാലൊന്ന് പരീക്ഷിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ധൈര്യമായിട്ട് ഇടാം. ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും പറയാം അതിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ശാലൻ നേരിട്ട് അതിന് മറുപടിയൊക്കെ തരുന്നതായിരിക്കും.